ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം സ്വന്തം ഭാര്യയോട് അല്പം നേരം ചെന്നിരുന്നൊന്ന് സംസാരിച്ചൂടെ? അവളെയും കൊണ്ടൊന്ന് പുറത്തു പോയിക്കൂടെ? ജീവിക്കാൻ അറിയാമെങ്കിൽ അത് കാണിക്കേണ്ടത് അവളുടെ മുമ്പിലാ, അല്ലാതെ എന്റെ അടുത്തല്ല. അവിടെയുള്ളവരുടെ മനസ്സിൽ കണിമംഗലത്തിന്റെ മരുമകളായിട്ടും വരുണിന്റെ ഭാര്യയായിട്ടും നീ ഉണ്ട്. ഇനി ബുദ്ധിയുള്ള പെണ്ണാണെങ്കിലേ ആ അവസരം ഉപയോഗിക്കണം. അല്ലാതെ ചേച്ചിയുടെ സ്നേഹം പറഞ്ഞ് നടന്നാലേ അത് അപകടവാ. അവൾക്ക് നിന്നോട് രക്തബന്ധം ഒന്നുമില്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാലും എടി അവക്ക് ഉറക്കം വരാതൊന്നും ഇരിക്കത്തില്ല. ഇത് നീ എഴുതി വെച്ചോ. വരുൺ നിന്നോട് അടുക്കുന്നില്ലെങ്കിൽ അതിനൊരേ ഒരു കാരണം അവളാ. അത് നിനക്ക് എന്തെങ്കിലും നേർക്കണ്ണിൽ ബോധ്യാവും. ശരി, നീ ഫോൺ വെച്ചോ. കുറച്ചു മുമ്പേ ചെറിയച്ഛൻ വിളിച്ചിരുന്നു കൽപ്പനെ. ആഹാ, എന്നിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെറിയച്ഛ ഹാപ്പിയാ. നമ്മളോട് കണ്ണും പൂട്ടി ഏടത്തിയുടെ കൂടെ നിൽക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യൂ ചെറിയമ്മേ. പക്ഷേ ഏട്ടത്തിയുടെ മനസ്സ് സോഫ്റ്റാ. കണ്ണീര് കണ്ട അപ്പം അലിഞ്ഞു പോവും. അലിയാതിരിക്കാൻ നമ്മളില്ലേ? രാധിക വരുണിനെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പ്രിയങ്ക ജീവിക്കോ ജീവിക്കാതിരിക്കോ ചെയ്യട്ടെ. നമ്മുടെ ലക്ഷ്യം അതല്ല. രാധികയും പ്രിയങ്കയും തമ്മിലടിക്കണം. രാധികയെ എന്നേക്കുമായി പ്രിയങ്ക ഇവിടുന്ന് പുറത്താക്കണം. ആ വൈരാഗ്യത്തിൽ പ്രിയങ്കയെ വരുൺ കണിമംഗലത്ത് നിന്ന് അടിച്ചിറക്കണം. അതിനെ ചൊല്ലി ഈ വീട്ടിലൊരു യുദ്ധം തന്നെ നടക്കണം. പണ്ട് തീരുമാനിച്ചതുപോലെ ഇനിയുള്ള കാലം വിദേശത്തായിരിക്കുമെന്ന് പറഞ്ഞ് വരുൺ എന്നേക്കുമായി ഇവിടം വിട്ടു പോണം. അത്രയും എത്തിക്കുന്നത് വരെ നമുക്കിനി വിശ്രമമേ ഇല്ല ചെറിയമ്മ. വരുന്നുണ്ട് നിഷ്കളങ്കയായ കാമുകി. നിക്കടി, നീ എന്താ ഇത്ര വൈകിയത്? ഞാൻ വൈകിയില്ലല്ലോ. എന്നും ഈ സമയത്താ വരുന്നത്. വൈകിയെന്ന് ഞങ്ങൾ പറഞ്ഞ അതങ്ങ് കേട്ടാ മതി. വഴിയിൽ ആരെങ്കിലും ആരാധകരുണ്ടോ നിനക്ക്? എന്താ ചെറിയമ്മ ഇത്? അവളൊരു നാട്ടിൻ പുറത്തുകാരിയല്ലേ. ചെറിയമ്മ പറയുന്നതൊക്കെ മനസ്സിലാവോ? ചോദിക്കാനുള്ളതൊക്കെ നേരിട്ട് ചോദിക്കേ. നിന്നെ വഴിയിൽ ആരെങ്കിലും കാത്തു നിൽക്കാറുണ്ടോന്നാ ചോദിച്ചത്. അവരുമായിട്ട് എങ്ങോട്ടെങ്കിലും പോവാറുണ്ടോ നീ? ഇല്ല. തൽക്കാലം അവൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ചെറിയമ്മേ. അവൾക്ക് കാണാനുള്ള ആൾ ഇവിടെ തന്നെ ഇല്ലേ? ദേവനാരായണ തിരുമേനി അങ്ങനെയല്ലേ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്? ചെറിയമ്മേ, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാ അത് കൂടെ പറപ്പിന് കൂടി കൈമാറണം. അങ്ങനെയല്ലേടി? ഇപ്പോ പ്രിയങ്കയ്ക്ക് ഒരു ഭർത്താവിനെ കിട്ടിയ അത് ഇവൾക്ക് കൂടെ ഉള്ളതാണല്ലോ. അങ്ങനെയല്ലേടി? അതെ അതെ. പിന്നെ പൂജാരിയുടെ കുടുംബത്തിൽ നിന്ന് ചെയ്യുമ്പോ അതിനൊരു മഹത്വം ഉണ്ടാവും. ഏട്ടത്തി, നിങ്ങൾ എന്നെ കുത്തി നോവിക്കാണെന്ന് എനിക്കറിയാം. അയ്യോ, എന്നെ കുറ്റം പറഞ്ഞോളൂ. അതിനിടയിലേക്ക് അച്ഛന്റെ പേര് വലിച്ചഴിക്കണ്ട. ഓ, അച്ഛനെ പറഞ്ഞപ്പോ നിനക്കങ്ങ് പൊള്ളിയോ? മുൻപേ നിന്നെ ചിലതൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോ ഈ വീട്ടിലുള്ളവര് തന്നെ ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. നല്ല കുടുംബത്തിൽ പിറക്കാത്തതുകൊണ്ടാണെന്ന്. നല്ല കുടുംബത്തിൽ പിറക്കാത്തതുകൊണ്ടാ ദേവനാരായണ തിരുമേനിയുടെ കുടുംബത്തെ കുറ്റം പറയുന്നെന്ന്. അങ്ങനെയുള്ള കുടുംബത്തിലൊരു കുറ്റം വന്നാ ഞങ്ങൾ അങ്ങ് ആഘോഷിച്ചു പോവില്ലേ മോളെ? നീ ചെല്ല്.
അമ്മ നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പുറകെ ഞങ്ങളും വരാം. ഹാ, ഉം. അവളുടെ നെഞ്ചിടിക്കുന്ന ശബ്ദം ദൂരെ നിന്ന് തന്നെ കേൾക്കാം. ആ, കൽപ്പനെ ഇവള് കയറി തൂങ്ങുകയെങ്ങാനും ചെയ്യോ? ഏ, അങ്ങനെയൊന്നും പേടിക്കണ്ട. ഈ വിധിയോർത്ത് കരയാൻ ശീലിച്ച ഒരു പെണ്ണും ഒരു കാലത്തും സ്വയം ചാവില്ല. മറ്റുള്ളവർക്കൊരു ഉദാഹരണമായി ജീവിച്ചിരിക്കാറാണ് പതിവ്. എന്തായാലും അവളായിട്ട് ചാവില്ല, നമ്മൾ കൊല്ലും. ചെറിയമേ, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാ അത് കൂടെ പറപ്പിന് കൂടി കൈമാറണം. അങ്ങനല്ലേടി? ദേ, ഇപ്പോ പ്രിയങ്കയ്ക്ക് ഒരു ഭർത്താവിനെ കിട്ടിയാ അത് ഇവൾക്ക് കൂടെ ഉള്ളതാണല്ലോ. നിന്നെ വഴിയിൽ ആരെങ്കിലും കാത്തു നിൽക്കാറുണ്ടോന്നാ ചോദിച്ചത്. അവരുമായിട്ട് എങ്ങോട്ടെങ്കിലും പോവാറുണ്ടോ നീ? ഇല്ല. തൽക്കാലം അവൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ചെറിയമ്മേ. അവൾക്ക് കാണാനുള്ള ആൾ ഇവിടെ തന്നെ ഇല്ലേ? ഞാൻ താമരാൻ കാത്തിരിക്കായിരുന്നു. തന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ഈ വീട്ടിൽ ആരാ തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിർബന്ധിക്കുന്നെന്ന്? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരോട് പെരുമാറാൻ എനിക്ക് ആരിൽ നിന്നും ഒന്നും പഠിക്കേണ്ടതില്ല. പ്രിയങ്കയ്ക്ക് വേണ്ടിയാണ് താനത് ചെയ്യുന്നെങ്കിൽ അവള് തന്നെ കൊല്ലാൻ ശ്രമിച്ചവളാണെന്നുള്ള കാര്യം മറക്കരുത്. അവൾ എന്റെ അനിയത്തിയാ. ഞങ്ങൾ തമ്മിൽ പിണങ്ങും, വഴക്കിടും, ചിലപ്പോ പരസ്പരം കൊല്ലാൻ നോക്കിന്ന് വരെ വരും. അത് ചെയ്തതിന് ഞാൻ അവളോട് ക്ഷമിച്ചല്ലോ. അത് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കണ്ട. രാധിക, താൻ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം സ്വന്തം ഭാര്യയോട് അല്പം നേരം ചെന്നിരുന്നൊന്ന് സംസാരിച്ചൂടെ? അവളെയും കൊണ്ടൊന്ന് പുറത്തു പോയിക്കൂടെ? ജീവിക്കാൻ അറിയാമെങ്കിൽ അത് കാണിക്കേണ്ടത് അവളുടെ മുമ്പിലാ, അല്ലതെ എന്റെ അടുത്തല്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല താനിതെല്ലാം മനസ്സിൽ തട്ടി പറയുന്നതാണ്. അതിന്റെ പേര് ഭ്രാന്തെന്നാ. അതിന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്റെ സഹോദരിയുടെ ഭർത്താവ് എന്ന നിലയിലല്ലാതെ നിങ്ങളെ വേറൊരു രീതി കാണാൻ എനിക്ക് പറ്റില്ല.